ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി ഷിംജിത മുസ്തഫയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഉടൻ നൽകും. ഷിംജിതയെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. പ്രാഥമിക പരിശോധനയിൽ ഷിംജിതയുടെ ഫോണിൽ ചിത്രീകരിച്ച 7 ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നതിൽ വ്യക്തത വരുത്താനും പുറത്തുനിന്നും ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അറിയാനും ചോദ്യം ചെയ്യൽ നടത്തും എന്നതാണ് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിലാണ് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ഇതിൽ മനംനൊന്താണ് കോഴിക്കോട് സ്വദേശിയായ ദീപക് ജീവനൊടുക്കിയത്. ഈ ഒരു കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയായ ഷിംജിത മുസ്തഫയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഉടൻ തന്നെ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഷിംജിതയെ കൂടുതൽ ചോദ്യം ചെയ്യണം എന്ന ആവശ്യത്തിലാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ ചോദ്യം ചെയ്യാനായാണ് ഷിംജിതയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. പ്രാഥമിക പരിശോധനയിൽ ഷിംജിതയുടെ ഫോണിൽ ചിത്രീകരിച്ച 7 ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു സംശയം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാണ് ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യം നിലനിൽക്കുന്നത്. പുറത്തുനിന്നും ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതും അറിയാൻ വേണ്ടിയിട്ടാണ് ഷിംജിതയെ കൂടുതൽ ചോദ്യം ചെയ്തതിലൂടെയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു കസ്റ്റഡി അപേക്ഷ നീട്ടിച്ചോദിക്കാൻ അല്ലെങ്കിൽ കസ്റ്റഡി ആവശ്യപ്പെടാൻ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡി ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.